ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ ദിനത്തിൽ തിരുവചന വിചിന്തനത്തിനായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവാക്യങ്ങളാണ്. ഈ തിരുവചന ഭാഗത്തിൻ്റെ തലക്കെട്ട് മരുഭൂമിയിലെ പരീക്ഷ എന്നാണ്. നമുക്കറിയാം, കർത്താവ് ഈശോ മിശിഹ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവിനാൽ ആനയിക്കപ്പെടുന്നു. 40 ദിനരാത്രങ്ങൾ കർത്താവ് ഈശോ മിശിഹ അവിടെ വെച്ച് ഉപവസിച്ചു. അത് കഴിയുമ്പോൾ പ്രലോഭകൻ അടുത്തു വന്ന് കർത്താവിനെ പ്രലോഭിപ്പിക്കുന്നു. ഈശോ ആ പ്രലോഭനങ്ങളെയെല്ലാം അതിജീവിക്കുന്നു. പിന്നീട് മാലാഖമാർ വന്ന്, ദൈവദൂതർ വന്ന് യേശുവിനെ ശുശ്രൂഷിക്കുന്നു. ഇത്രയുമാണ് നമ്മൾ ആ തിരുവചന ഭാഗത്ത് കണ്ടുമുട്ടുന്ന സംഭവം. ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഈ തിരുവചന ഭാഗത്തിൻ്റെ ആദ്യ വാചകം ഇപ്രകാരമാണ്: പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. സ്നേഹമുള്ളവരെ, ജീവിത പ്രലോഭനങ്ങളോട് ഒരു വ്യക്തിക്കുണ്ടായിരിക്കേണ്ട കാഴ്ചപ്പാട് വ്യക്തമാക്കുന്ന തിരുവചന ഭാഗമാണ് പ്രത്യേകിച്ചും ഈ 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവാക്യങ്ങൾ. അതിൽ തന്നെ പ്രത്യേകമായി ഈ പറഞ്ഞ ആദ്യം പറയുന്ന വാചകം: പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. നയിക്കപ്പെട്ടത് കർത്താവ് ഈശോ മിശിഹ, നയിച്ചത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാണ് യേശുവിനെ നയിച്ചത്. എന്നാൽ നയിച്ചതിൻ്റെ ലക്ഷ്യം, മരുഭൂമിയിലേക്ക് യേശുവിനെ പരിശുദ്ധാത്മാവ് നയിച്ചതിൻ്റെ ലക്ഷ്യം പരീക്ഷിക്കപ്പെടുക എന്ന ലക്ഷ്യമായിരുന്നു. യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുക എന്ന ലക്ഷ്യത്തെ പ്രതിയാണ് യേശുനാഥനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുന്നത്. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളെ, മാനുഷികമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രലോഭനങ്ങളോട് നമ്മൾ ഓരോരുത്തരും പുലർത്തേണ്ട കാഴ്ചപ്പാട് വ്യക്തമാക്കി തരുന്ന ഒരു തിരുവചന ഭാഗമായി നമുക്ക് ഇതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 2 കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ഒന്ന്, നയിക്കപ്പെട്ടത് പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. 2, നയിച്ചത് പരിശുദ്ധാത്മാവാണ്. ശമിശിയാൽ സ്നേഹമുള്ളവരെ, നമ്മളെ കർത്താവ് തന്നെ പ്രലോഭനത്തിന് വിധേയമാകാൻ അനുവദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ പ്രലോഭിപ്പിക്കുന്നു എന്നല്ല അർത്ഥം. മറിച്ച് പിശാചിനാൽ പ്രലോഭിപ്പിക്കപ്പെടുന്നതിന് തമ്പുരാൻ നമ്മുടെ ആത്മാവിനെ ചിലപ്പോഴൊക്കെ അനുവദിക്കും. കാരണം പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതമെന്ന് ഈശോ തന്നെ വ്യക്തമായും പഠിപ്പിക്കുന്നു. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതമെന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ തീർച്ചയായും ഉണ്ടാകേണ്ടതാണ്. പ്രലോഭനങ്ങൾ ഉണ്ടായി അതിനെ വിജയപൂർവം തമ്പുരാന്റെ കരുണയിലും കൃപയിലും ആശ്രയിച്ച് അതിനെ അതിജീവിക്കുമ്പോഴാണ് നമുക്ക് ആത്മീയമായി കരുത്ത് ഉണ്ടാവുക. നമ്മൾ സാധാരണ പറയും, തീയിൽ കുരുത്താൽ വെയിലത്ത് വാടില്ല എന്ന്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങൾ അത് എന്തുതന്നെയാണെങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചും ത്യാഗങ്ങൾ ചെയ്തും ഉപവസിച്ചും പരിഹാരങ്ങൾ ഏറ്റെടുത്തും തമ്പുരാന്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ അതിനെ അതിജീവിക്കുമ്പോൾ കൂടുതൽ ഉൾക്കരുത്തുള്ളവരായി, ആത്മീയമായി കരുത്തുള്ളവരായി, ശക്തിയുള്ളവരായി നമ്മൾ ഓരോരുത്തരും മാറ്റപ്പെടുകയാണ്. ശമിശിയാൽ സ്നേഹമുള്ളവരെ, വ്യക്തമായും നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കൊച്ചു യാഥാർത്ഥ്യമാണ്. എല്ലാ തരത്തിലും പ്രലോഭനങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ ജീവിച്ചിട്ട് പാപം ചെയ്യാതിരിക്കുന്നതാണ്
യാതൊരു തരത്തിലും പാപത്തിന് യാതൊരു സാധ്യതയുമില്ലാത്തൊരു സാഹചര്യത്തിൽ ജീവിച്ച് പാപം ചെയ്യാതെ ജീവിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠകരമായ കാര്യമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പാപം ചെയ്യാൻ മാത്രം യാതൊരു സാഹചര്യവും ഇല്ല, എല്ലാ തരത്തിലും വിശുദ്ധമായ ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. പാപം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അദ്ദേഹത്തിന് സാധിക്കില്ല, കാരണം ആ സാഹചര്യം ആ വിധത്തിലാണ്. മറ്റൊരു വ്യക്തി നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങൾ മുഴുവനും പാപകരമായ കുറെ സാഹചര്യങ്ങളുണ്ട്, പ്രലോഭന വിധേയമാക്കപ്പെടുന്ന ധാരാളം സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഈ സാഹചര്യങ്ങൾക്ക് നടുവിലും പാപം ചെയ്യാനായ എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും തമ്പുരാന്റെ കൃപയിൽ ആശ്രയിച്ച് പാപം ചെയ്യാതെ ജീവിക്കുമ്പോൾ, പ്രലോഭനങ്ങളെ അതിജീവിക്കുമ്പോൾ, അതാണ് ആദ്യത്തേതിനേക്കാൾ ശ്രേഷ്ഠകരമായ കാര്യമായി നമ്മൾ തിരിച്ചറിയുക, നമ്മൾ മനസ്സിലാക്കുക. പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും പാപത്തിന് സാഹചര്യമുണ്ടായിട്ടും അതിനെ അതിജീവിക്കുമ്പോഴാണ്, അത് ചെയ്യാതിരിക്കുമ്പോഴാണ് തീർച്ചയായും നമ്മൾ ഉൾക്കരുത്തുള്ളവരായി, യഥാർത്ഥ ആത്മീയ ചൈതന്യവും ശക്തിയുമുള്ളവരായി നമ്മൾ മാറുക. എന്ന് വെച്ചാൽ അതൊരു ആത്മീയ സ്വാതന്ത്ര്യമാണ്. പാപം ചെയ്യാൻ സാധ്യതയും സാഹചര്യവും ഉണ്ടായിട്ടും പാപം ചെയ്യാതിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം, ആത്മീയ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. പാപത്തിൻ്റെതായ സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോഴും അത് ചെയ്യാനുള്ള ശക്തമായ പ്രേരണ ഉണ്ടാകുമ്പോഴും അത് ചെയ്യാതിരിക്കാൻ മാത്രം സ്വാതന്ത്ര്യം എനിക്കുണ്ടെങ്കിൽ ആത്മീയമായി ഞാൻ സ്വതന്ത്രനാണ് എന്ന് പറയാം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, എന്നാൽ ആത്മീയ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പാപത്തിന്റെ സാഹചര്യങ്ങളിൽ പോയി ജീവിക്കണമെന്നോ പ്രലോഭനങ്ങൾ കൂടുതലായി ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ പോയി താമസിക്കണമെന്നോ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ എളിമയോടും വിനയത്തോടും കൂടെ ഒരു കാര്യം അംഗീകരിക്കണം. നമ്മുടെ കഴിവോ പരിശ്രമമോ ആഗ്രഹമോ ഒന്നുമല്ല പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്, മറിച്ച് തമ്പുരാന്റെ കരുണയിൽ എളിമയോടെ നമ്മൾ ആശ്രയിക്കുമ്പോൾ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലേക്ക്, പാപം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബോധപൂർവം കടന്നു ചെന്ന് പ്രലോഭനത്തെ അതിജീവിക്കാൻ, പരീക്ഷണ വിധേയമാക്കാൻ നമ്മൾ ആരും ശ്രമിക്കേണ്ട കാര്യമില്ല. നമ്മൾ കടന്നു പോകേണ്ട പരീക്ഷണങ്ങൾ, നമ്മൾ കടന്നു പോകേണ്ട പ്രലോഭനങ്ങൾ, നമ്മൾ അതിജീവിക്കേണ്ട പാപപ്രേരണകൾ, അത് നമ്മുടെ ജീവിതത്തിൽ സമയാസമയങ്ങളിൽ വന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അതിനെ അതിജീവിക്കാൻ യേശുവിന്റെ കൃപയിൽ ആശ്രയിച്ച്, തമ്പുരാന്റെ കരുണയിൽ ആശ്രയിച്ച്, എളിമയോടെ തമ്പുരാന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെ അതിജീവിക്കുമ്പോൾ ആത്മീയമായി നമ്മൾ ഉൾക്കരുത്തുള്ളവരായി മാറും. ആത്മീയമായി നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും. ശംശിയായിൽ സ്നേഹമുള്ളവരെ, നമ്മളിവിടെ ഈ തിരുവചന ഭാഗത്ത് വായിക്കുന്നുണ്ട്, അതായത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന ദൈവപിതാവിൻ്റെ വെളിപ്പെടുത്തലിനു ശേഷമാണ് ഈശോ പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടുന്നത്. മാമോദീസ സ്വീകരിച്ച സമയത്ത്, ഈ 4-ാം അധ്യായത്തിന്റെ തൊട്ടു മുൻപ് നമ്മൾ വായിക്കുന്ന കാര്യമാണ്, യേശുനാഥൻ ജോർദാൻ നദിയിൽ നിന്ന് സ്നാപക യോഹന്നാനിൽ നിന്നും മാമോദീസ സ്വീകരിക്കുന്നു. ഈ മാമോദീസ സ്വീകരിച്ച സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു സ്വരം ഉണ്ടായി. ആ സ്വരം ഇതാണ്: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവപിതാവിന്റെ പ്രിയപുത്രനായ ക്രിസ്തുവിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന പ്രയോഗം സ്വർഗത്തിൽ നിന്ന് കേട്ടുകഴിഞ്ഞ തൊട്ടടുത്ത നിമിഷത്തിലാണ് യേശുവിനെ പരീക്ഷിക്കപ്പെടുന്നതിനായി ആത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയപുത്രനാണ് എന്ന ദൈവപിതാവിന്റെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ഉടനെ തന്നെ അത് പരീക്ഷിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ പ്രിയപുത്രനാകുവാൻ, ദൈവപിതാവിന്റെ യഥാർത്ഥ പ്രിയപുത്രനും പുത്രിയുമാകുവാൻ നമ്മൾ പ്രലോഭനങ്ങളിലൂടെയും പരീക്ഷകളിലൂടെയും കടന്നു പോകുമ്പോഴാണ്, പ്രലോഭനങ്ങളിലൂടെയും പരീക്ഷകളിലൂടെയും കടന്നു പോകുന്ന സമയത്ത് ദൈവപിതാവിൽ ആശ്രയിച്ച് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്തിനോ ലോകമോഹങ്ങൾക്കോ ഒന്നുമല്ല, യഥാർത്ഥത്തിൽ ദൈവപിതാവിന്റെ യഥാർത്ഥ പുത്രനും യഥാർത്ഥ പുത്രിയും, പ്രിയപുത്രനും പ്രിയപുത്രിയും ഒക്കെ ആയി മാറുവാൻ നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കുന്നത് ദൈവത്തിനാകണമെന്നും, അങ്ങനെ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ മറ്റുള്ള സകല കാര്യങ്ങളും, പേരും പെരുമയും പ്രശസ്തിയും ജഡികമായ ആഗ്രഹങ്ങളും അധികാരത്തോടും ഉള്ള മോഹങ്ങളും, ഇതൊക്കെ ദൈവത്തിന് മുൻപിൽ ഒന്നുമല്ല എന്നും ദൈവത്തിനാണ് 1-ാം സ്ഥാനം കൊടുക്കേണ്ടതും എന്നുമുള്ള ചിന്തയെ പ്രതി ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുവാൻ മറ്റു സകലതിനെയും നമ്മൾ ഉപേക്ഷിക്കാനായി തയ്യാറാകുമ്പോഴാണ്
ഈ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കുന്നത്. ഈ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിന്റെ പുത്രനും പുത്രിയുമായി, എന്ന് വെച്ചാൽ പ്രിയപുത്രനും പ്രിയപുത്രിയുമായി നമ്മൾ രൂപാന്തരപ്പെടുക. യേശുനാഥന്റെ മാമോദീസായുടെ സമയത്ത് ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നുവെന്ന് ദൈവപിതാവ് പറഞ്ഞു കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷത്തിൽ അത് യഥാർത്ഥത്തിൽ യേശുവിന്റെ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടുകയാണ്. ആ പരീക്ഷണങ്ങളെ, 3 പരീക്ഷണങ്ങളെയും വിജയകരമായ രീതിയിൽ അതിജീവിച്ചുകൊണ്ട്, ഇല്ലാതെ കീഴടക്കിക്കൊണ്ട് തന്നെ യേശുനാഥൻ യഥാർത്ഥത്തിൽ പിതാവിന്റെ പ്രിയപുത്രനാണെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ്. ശംശിയാൽ സ്നേഹമുള്ളവരെ, അബ്രാഹത്തിന് നേരിട്ട പരീക്ഷണത്തോട് താരതമ്യം ചെയ്യാവുന്ന ഒരു പരീക്ഷണമാണിത്. അബ്രാഹത്തിന്റെ പ്രിയപുത്രനായ ഇസഹാക്ക്, ഏകമകനായ ഇസഹാക്ക്, ആ പുത്രനെ തന്നെ ബലി ചെയ്യാനുള്ള ആവശ്യമാണ് ദൈവപിതാവ് അബ്രാഹത്തോട് ആവശ്യപ്പെടുന്നത്. ആ പരീക്ഷണത്തിൽ അബ്രാഹം വിജയിച്ചു. എന്നതുപോലെ സാക്ഷാൽ ദൈവപിതാവിന്റെ ഏറ്റവും പ്രിയപുത്രനായ, ഏകപുത്രനായ യേശുനാഥൻ ഈ പരീക്ഷണത്തിൽ ഏതു വിധത്തിൽ വിജയിക്കുമെന്ന് മരുഭൂമിയിലെ പരീക്ഷണത്തിന്റെ ഒടുവിൽ നമ്മൾ തിരിച്ചറിയുകയാണ്. വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരീക്ഷണങ്ങളെ അതിജീവിച്ച് യഥാർത്ഥത്തിൽ പ്രിയപുത്രനായി മാറുന്ന കർത്താവ് ഈശോ മിശിഹായെയാണ് നമ്മൾ തിരുവചനത്തിൽ കണ്ടുമുട്ടുക. വീണ്ടും നമ്മൾ നോക്കുന്നു, പരീക്ഷണം നടന്നത് 40 ദിവസത്തെ ഉപവാസത്തിനു ശേഷമാണ്. 40 ദിവസം യേശുനാഥൻ മരുഭൂമിയിൽ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അതിനുശേഷം കർത്താവിന് പ്രലോഭനം ഉണ്ടാകുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, മത്തായി ശ്ലീഹായുടെ സുവിശേഷം അനുസരിച്ച് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചുവെന്നും അത് കഴിഞ്ഞപ്പോൾ പ്രലോഭകനെ അടുത്തെത്തി പ്രലോഭിപ്പിച്ചുവെന്നും നമ്മൾ വായിക്കുന്നു. എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നതനുസരിച്ച് 40 ദിനരാത്രങ്ങളും യേശു പരീക്ഷിക്കപ്പെട്ടുവെന്നാണ്. 40 ദിനരാത്രങ്ങളും യേശു പരീക്ഷിക്കപ്പെട്ടുവെന്നാണ്. 40 ദിവസങ്ങൾക്ക് ശേഷം കഠിനമായ 3 പ്രലോഭനങ്ങൾ ഉണ്ടായി എന്ന് മാത്രം. എന്നുമായിക്കൊള്ളട്ടെ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യം ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉപവാസം പ്രലോഭനം ഉണ്ടാകാതിരിക്കാനുള്ള മാർഗമല്ല. പ്രാർത്ഥന പ്രലോഭനങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള വഴിയല്ല. മറിച്ച് ഉപവാസവും പ്രാർത്ഥനയും പരിഹാരവും പരിത്യാഗവും ഒക്കെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള മാർഗമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും, നമ്മൾ എത്ര ഉപവസിച്ചാലും, നമ്മൾ എത്ര നോമ്പെടുത്താലും, പരിഹാരങ്ങളും പരിത്യാഗങ്ങളും നമ്മൾ അനുഷ്ഠിച്ചാലും ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമെന്ന് വ്യക്തമായി തന്നെ ഈ തിരുവചന ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സാക്ഷാൽ ദൈവപുത്രനായ യേശുനാഥൻ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും പരിഹാരത്തിലും പരിത്യാഗത്തിലുമായിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ യേശുനാഥൻ കഠിനമായി തന്നെ പരീക്ഷിക്കപ്പെട്ടു. ഏറ്റവും കഠിനമായ പരീക്ഷണം 40 ദിവസങ്ങൾക്ക് ശേഷം 3 പ്രലോഭനങ്ങളായി, ഏറ്റവും കഠിനമായ 3 പ്രലോഭനങ്ങളായി കർത്താവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ടവർ, അതിന്റെ അർത്ഥം ആത്മീയമായി നമ്മൾ ഒത്തിരി വളർന്നു, ഒത്തിരി ഉയർന്നു, അതുകൊണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങളൊന്നും ഉണ്ടാകില്ല, ഉണ്ടാകാൻ പാടുള്ളതല്ല എന്ന ചിന്ത മൗഢ്യമാണ്. യേശുവിനോളം നമ്മൾ ആരും ഉയർന്നിട്ടില്ല. യേശുവിനോളം ആത്മീയത നമുക്ക് ആർക്കും ഇല്ല എന്ന കാര്യവും നമുക്കറിയാം. മനുഷ്യനായി അവതരിച്ച സാക്ഷാൽ ദൈവം തന്നെയായ കർത്താവ് ഈശോ മിശിഹ 40 ദിനരാത്രങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും പരിഹാരത്തിലും പരിത്യാഗത്തിലും ആയിരുന്നിട്ടും പരീക്ഷിക്കപ്പെട്ടു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പരീക്ഷിക്കപ്പെട്ടു, പ്രലോഭിപ്പിക്കപ്പെട്ടു. എന്നാൽ പ്രലോഭനത്തിന് യേശു വിധേയമായില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം ചെയ്തില്ല. പ്രലോഭിപ്പിക്കപ്പെട്ടപ്പോഴും പരീക്ഷിക്കപ്പെട്ടപ്പോഴും യേശു അതിനെ അതിജീവിക്കാനായി കർത്താവ് ഈശോ മിശിഹായ്ക്ക് സാധിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴെങ്കിലും നമ്മളൊക്കെ വിചാരിക്കും, അത്യാവശ്യം ഞാൻ കുറെ പ്രാർത്ഥിക്കുന്ന ആളാണ്, ധാരാളം ജപമാല ചൊല്ലുന്നു, ആഴ്ചയിൽ 2 തവണ ഉപവസിക്കുന്നു, അതല്ലെങ്കിൽ നോമ്പാചരണം, പരിഹാരങ്ങൾ, പരിത്യാഗങ്ങൾ, വിശുദ്ധ കുർബാന, ഇതൊക്കെ ഞാൻ ചെയ്യുന്നു, അതുകൊണ്ട് ഇനി മുതൽ എൻ്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലരെ അഹങ്കാരപൂർവ്വം അങ്ങനെയൊക്കെ പറയാനും സാധ്യതയുണ്ട്, ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രലോഭനവും ഇല്ല എന്ന്. അത് മണ്ടത്തരമാണ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും പ്രലോഭനങ്ങൾ ഇല്ലാത്ത ഒരു ജീവിതം നമുക്ക് നയിക്കുക സാധ്യമല്ല. സാക്ഷാൽ ദൈവപുത്രൻ പോലും പരീക്ഷിക്കപ്പെട്ടുവെങ്കിൽ അത് ഏറ്റവും കഠിനമായി ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമുള്ള ദിനങ്ങളിൽ, തൊട്ടടുത്ത നിമിഷങ്ങളിൽ കർത്താവ് ഈശോ മിശിഹ പ്രലോഭിപ്പിക്കപ്പെട്ടുവെങ്കിൽ, പരീക്ഷിക്കപ്പെട്ടുവെങ്കിൽ നമ്മൾ ആരും എത്ര വളർന്നാലും, എത്ര പ്രാർത്ഥിച്ചാലും, എന്തൊക്കെ ഉപവാസം എടുത്താലും
പ്രലോഭനങ്ങൾക്ക് അതീതരല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അതിനൊക്കെ വിധേയരാണ്. എന്നാൽ വിധേയമാക്കപ്പെടുമ്പോൾ അത് ഉണ്ടാകണമെന്ന് തന്നെയാണ് യേശു പറയുന്നത്. പ്രലോഭനത്തിന് നമ്മൾ വിധേയമാക്കപ്പെടണം, പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്ന് തന്നെ ഈശോ പറയുന്നു. എന്നാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണെന്ന് പറഞ്ഞ അതേ വാചകത്തിന് തൊട്ടടുത്തായി ഈശോ പറയുന്ന മറ്റൊരു വാചകമാണ് പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രലോഭനത്തിന് കാരണമാകുന്നവന് ദുരിതമെന്ന്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മളായിട്ട് മറ്റാരെയും പ്രലോഭിപ്പിക്കാതിരിക്കുക. നമ്മളായിട്ട് ആരെയും പ്രലോഭിപ്പിക്കാതിരിക്കുക. ചിലപ്പോഴെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് പ്രലോഭനത്തിന് കാരണമാകുന്നുണ്ട്. അടക്കവും ഒതുക്കവുമില്ലാത്ത വസ്ത്രധാരണ രീതികൾ അനേകരെ തിന്മയ്ക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്, പ്രലോഭിപ്പിക്കുന്നുണ്ട്. അതുപോലെ ചിട്ടയില്ലാത്ത ജീവിത രീതികൾ, ആഡംബര ഭ്രമങ്ങൾ. ഒരുപക്ഷെ എനിക്ക് സാമ്പത്തികമായി ഉയർന്ന അവസ്ഥയുണ്ടാകാം, അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആർഭാടത്തിലും ആഡംബരത്തിലും ഞാൻ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുക? തൊട്ട അടുത്തുള്ള എന്നെ പരിചയമുള്ള പലർക്കും അത്തരമൊരു ജീവിത രീതി പിന്തുടരാനുള്ള പ്രലോഭനം ഞാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, പ്രലോഭനത്തിന് ഞാൻ ഹേതുവാകുന്നു, കാരണമാകുന്നു. അത് എനിക്ക് ദുരിതമാണെന്നു തന്നെയാണ് വ്യക്തമായും ഈശോ പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രലോഭനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഈ തിരുവചന ഭാഗം ഒത്തിരിയേറെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. അതായത് ഒന്നാമത് പ്രലോഭനങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈശോ പഠിപ്പിക്കുന്നത്. അതിനെ തമ്പുരാന്റെ കൃപയിൽ ആശ്രയിച്ച് അതിജീവിക്കുക എന്ന ആശയം നമ്മളെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് പ്രലോഭനത്തിന് കാരണമാകരുത് എന്നുകൂടെ ഈശോ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളെ യേശുകൃപയിൽ ആശ്രയിച്ച് അതിജീവിക്കണം എന്ന യാഥാർത്ഥ്യവും കർത്താവ് ഈശോ മിശിഹ ഇവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം, പിശാച് യേശുവിനെ എങ്ങനെയാണ് പരീക്ഷിക്കുന്നത്, എന്തു പറഞ്ഞാണ് പരീക്ഷിക്കുന്നത്? സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തുവിനെ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് പരീക്ഷിക്കുക എളുപ്പമുള്ള കാര്യമല്ല. ദൈവപുത്രനെ പാപം ചെയ്യിക്കണമെങ്കിൽ വെറുതെ എന്തെങ്കിലും വന്ന് ഓടി വന്ന് ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്ന് പറഞ്ഞാലൊന്നും ചെയ്യിക്കുക സാധ്യമല്ല. അതുകൊണ്ട് പിശാച് ചെയ്യുന്നത് എന്താണ്? വചനം പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നു. സാക്ഷാൽ ദൈവപുത്രന്റെ അടുത്ത് വന്ന് പ്രലോഭിപ്പിക്കുമ്പോൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ എന്നറിയാവുന്ന പിശാച് വചനം പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നു. പിശാചിന്റെ നാവിൽ നിന്ന് പോലും വചനം പൊട്ടിപ്പുറപ്പെടുമെന്നുള്ള കാര്യം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. പക്ഷെ പൊട്ടിപ്പുറപ്പെടുന്നത് പ്രലോഭിപ്പിക്കാനാണ് എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുനാഥനെ പാപം ചെയ്യിക്കാൻ വചനം, 3 വലിയ പ്രലോഭനങ്ങൾക്ക് 3 വചനമാണ്, തിരുവചനം തന്നെയാണ് പിശാച് യേശുവിന്റെ മുൻപിൽ എടുത്ത് അവതരിപ്പിക്കുക. ഒന്നാമത് പറയുന്നു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളെ അപ്പമാകാൻ പറയുക. അത് വചനം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി പറയുന്നു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും, നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ അത് വചനം തന്നെയാണ്. വീണ്ടും അതാ മൂന്നാമതായി, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിക്കൂ, ഇതെല്ലാം നിനക്ക് ഞാൻ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പിശാച് പ്രലോഭിപ്പിക്കുന്നു. പിശാച് യേശുനാഥനെ വചനം പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നു. എന്നാൽ ഈ വചനങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിക്കുമ്പോൾ ഈശോ വചനം ഉപയോഗിച്ച് തന്നെ അതിനെ അതിജീവിക്കുന്നു. 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഒന്നാമത്, വചനം നമ്മളും ശരിയായ രീതിയിൽ അറിഞ്ഞിരിക്കണം. തിരുസഭയുടെ പ്രബോധനങ്ങളുടെയും പഠനങ്ങളുടെയും വെളിച്ചത്തിൽ വചനത്തെ ഏതു വിധത്തിലാണ് സഭ വ്യാഖ്യാനിച്ചിരിക്കുന്നത്, അത് സഭാ പഠനങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ, എളിമയോടെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. 2000 വർഷമായ ഒരു പാരമ്പര്യം കത്തോലിക്ക തിരുസഭയ്ക്കുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു നിമിഷത്തിലുണ്ടായ വെളിപാടിന്റെ വെളിച്ചത്തിലല്ല സഭ ഈ തിരുവചനത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. മറിച്ച് 2000 വർഷങ്ങളായി അപ്പസ്തോലന്മാർക്ക് കിട്ടിയ വെളിപ്പെടുത്തലും നേരിട്ടറിഞ്ഞ അനുഭവങ്ങളും അത് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നു. കൈമാറി കിട്ടിയ ഈ വിശ്വാസ പൈതൃകം അത് വീണ്ടും വീണ്ടും പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ദൈവകൃപയിലും ഒക്കെ ആശ്രയിച്ചുകൊണ്ട് അവർ വിചിന്തന വിധേയമാക്കി റിഫ്ലക്ട് ചെയ്ത് അത് വീണ്ടും വീണ്ടും ഇങ്ങനെ വലിയൊരു ശക്തമായ വ്യാഖ്യാനമായി അതിങ്ങനെ രൂപാന്തരപ്പെടുന്നു. അപ്പോൾ ആദ്യ നൂറ്റാണ്ടിൽ അപ്പസ്തോലന്മാർ നേരിട്ട് കണ്ടതും അനുഭവിച്ചതും പരിശുദ്ധാത്മ കൃപയാൽ വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയതുമായ ഈ വലിയ വചന വ്യാഖ്യാന യാഥാർത്ഥ്യം അതെങ്ങനെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് വലിയൊരു സമൂഹത്തിന്റെ കുമുലേറ്റീവ് റിഫ്ലക്റ്റീവ് ഫെയ്ത്ത് എക്സ്പീരിയൻസ് എന്ന് നമ്മൾ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് കിട്ടിയതല്ല, ഒരുപാട് വ്യക്തികൾക്ക് കിട്ടിയ
വെളിപ്പെടുത്തലിന്റെ സമാഹാരമാണ് നമുക്ക് സഭ ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വചനവ്യാഖ്യാനം. എന്നാൽ ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു വ്യക്തി എൻ്റെ സ്വന്തം സ്വകാര്യമായ വെളിപാടിനെ ആശ്രയിച്ച് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് പരിശുദ്ധാത്മാവ് നേരിട്ട് വെളിപ്പെടുത്തി തന്നതാണ്, അതുകൊണ്ട് ഇതാണ് ശരി എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് വിഘടനവാദങ്ങളും സെക്ട് ഗ്രൂപ്പുകളുമൊക്കെ രൂപാന്തരപ്പെടുക. പ്രിയപ്പെട്ടവരെ, കൂണുപോലെ പൊട്ടിമുളച്ചിരിക്കുന്ന സെക്ട് ഗ്രൂപ്പുകൾ ലോകം മുഴുവനും, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ വിരലിൽ എണ്ണിത്തീർക്കാൻ പറ്റാവുന്നതിലും അധികമായി സെക്ട് ഗ്രൂപ്പുകൾ, വിഘടന ഗ്രൂപ്പുകൾ ഉള്ള കാര്യം നമുക്കറിയാം. വ്യത്യസ്തങ്ങളായ സെക്ട് ഗ്രൂപ്പുകൾ, വിഘടന ഗ്രൂപ്പുകളൊക്കെ ഉള്ള കാര്യം നമുക്കറിയാം. വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് സഭാ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി, സഭാ പഠനങ്ങൾക്ക് വിരുദ്ധമായി വ്യക്തിപരമായ വെളിപാടിനെ ആശ്രയിച്ചു പോയപ്പോൾ സംഭവിച്ചിട്ടുള്ള വലിയ ഒരു അപകടമാണ്. അവരും പറയുന്നത് വചനം തന്നെയാണ്, പക്ഷേ ആര് പറയുന്ന വചനവും തമ്പുരാന്റെ അധരത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന വചനമായിട്ട് നമുക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. കാരണം ഇവിടെ ഈ അധ്യായത്തിൽ, ഈ 4-ാം അധ്യായത്തിൽ, മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വ്യക്തമായും കാണുന്നു പിശാച് പോലും വചനം പറയുന്നതായി. എന്ന് വെച്ചാൽ മറ്റുള്ള എല്ലാവരിലൂടെയും സംസാരിക്കുന്നത് പിശാചാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിൽ തന്നെയും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, സഭയുടെ പ്രബോധനങ്ങൾ, കത്തോലിക്ക തിരുസഭയുടെ പ്രബോധനങ്ങൾ 2000 വർഷമായി പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെട്ട് കുമുലേറ്റീവ് റിഫ്ലക്റ്റീവ് ഫെയ്ത്ത് എക്സ്പീരിയൻസ് ആയി കൈമാറ്റം ചെയ്യപ്പെട്ട് നമ്മിൽ വന്നു നിൽക്കുന്ന ആ വചന വ്യാഖ്യാനം, അത് ഒരു വ്യക്തിക്കുണ്ടായ വെളിപാടിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അനേകം അപ്പസ്തോലന്മാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടതും അനേകം പുണ്യാത്മാക്കളും വിശുദ്ധാത്മാക്കളും ബൈബിൾ പണ്ഡിതന്മാരും അവരുടെ പ്രാർത്ഥനയിലൂടെയും പരിശുദ്ധാത്മാവിന് വെളിപ്പെടുത്തൽ വഴിയും ഇങ്ങനെ സഭയുടെ പൊതുവായ അടിസ്ഥാനപരമായ രൂപം കൊണ്ടിട്ടുള്ള ഈ സഭാ പ്രബോധനങ്ങളിൽ, വചനവ്യാഖ്യാനങ്ങളിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്വകാര്യമായ വെളിപാടിലല്ല എന്ന കാര്യം കൂടെ നമ്മൾ ഈ വചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട വലിയ ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, 3 പ്രലോഭനങ്ങളാണ് ശരിക്ക് കർത്താവ് ഈശോ മിശിഹായ്ക്ക് ഉണ്ടാകുന്നത്. ഒന്നാമത്തേത് അപ്പത്തിന്റെ പ്രലോഭനം, രണ്ടാമത്തേത് കർത്താവ് ഈശോ മിശിഹായോട് നിലത്തേക്ക് ചാടുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രലോഭനം, മൂന്നാമത്തേത് എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ സകലതും നിനക്ക് ഞാൻ തരാം എന്ന് പറയുന്ന പ്രലോഭനം. ഇത് 3 മനുഷ്യന്റെ അടിസ്ഥാനപരമായ 3 ആവശ്യങ്ങളുടെ പ്രതീകമാണ്. എന്ന് വെച്ചാൽ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രലോഭനങ്ങളെയും ഈ 3 പരിമിതിയിൽ നമുക്ക് ഒതുക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേത് അപ്പത്തിന്റെ പ്രലോഭനം. അത് അപ്പം എന്തിനു വേണ്ടിയിട്ടാണ്? വിശപ്പ് ശമിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡികമായ എല്ലാ ആഗ്രഹങ്ങളും അത് പ്രലോഭനങ്ങളായിട്ട് മാറുന്ന അവസ്ഥ. എന്ന് വെച്ച് ശാരീരികമായ ആവശ്യങ്ങൾ, തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ഭക്ഷണം വേണം, കുടിക്കാൻ വെള്ളം വേണം, ശ്വസിക്കാൻ വായു വേണം, ഉടുക്കാൻ വസ്ത്രം വേണം, താമസിക്കാൻ പാർപ്പിടം വേണം. ഇത് അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ്. എന്നാൽ പിന്നെ ഇത് എപ്പോഴാണ് ഇത് പാപമായിട്ട് മാറുക? അത് നമ്മൾ സാധാരണ ചിലപ്പോൾ തമാശയ്ക്ക് വേണ്ടിയൊക്കെ പറയാറുണ്ട്, ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുന്നവരും ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുന്നവരും എന്ന്. വെച്ചാൽ ചില ആളുകൾ ജീവിക്കുന്നത് കണ്ടാലും ഭക്ഷിക്കുന്നത് കണ്ടാൽ നമുക്ക് തോന്നും ഇവർ തിന്നാൻ വേണ്ടി ജീവിക്കുന്നതാണെന്ന്. പ്രിയപ്പെട്ടവർ, തിന്നാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്, ജീവിക്കാൻ വേണ്ടി നമുക്ക് ഭക്ഷിക്കാം, കുഴപ്പമില്ല. എന്നതുപോലെ ശാരീരികമായ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ അത്തരം പ്രലോഭനങ്ങൾ, ഈ ഒന്നാമത് യേശുവിന് അനുഭവപ്പെട്ട പ്രലോഭനത്തെ പ്രതീകാത്മകമായി ഈ ശാരീരികമായ ജഡികമായ ആസക്തികളെ, ആഗ്രഹങ്ങളെയൊക്കെ ആ ഒരു പരിധിയിൽ പെടുത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തേത് പേരിനും പ്രശസ്തിക്കും ഒക്കെ വേണ്ടിയുള്ള മനുഷ്യന്റെ ആഗ്രഹമാണ്. ദേവാലയത്തിൽ നിന്ന് താഴേക്ക് ചാടിക്കഴിഞ്ഞാൽ സകല ജനങ്ങളുടെയും മുൻപിൽ ഒരു അത്ഭുത മനുഷ്യനായിട്ട് പ്രത്യക്ഷപ്പെടാം. എന്നാൽ അത് എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുണ്ട്. പേരുണ്ടാകണം, പ്രശസ്തരായിട്ട് മാറണം, പ്രശസ്തി കിട്ടണം എന്നുള്ള ആഗ്രഹം. ആ ആഗ്രഹത്തെ യേശു വചനത്തിലൂടെ അതിജീവിക്കുകയാണ്, ആ പ്രലോഭനത്തെ. മൂന്നാമതായി അധികാരത്തോടും സമ്പത്തിനോടുമുള്ള മനുഷ്യന്റെ ആഗ്രഹം. എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ അധികാരം ഉണ്ടാകാൻ, സമ്പത്ത് ഉണ്ടാകാൻ, സാധ്യമാകുന്നിടത്തോളം കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ഇത് മൂന്നാമത്തെ പ്രലോഭനം. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രലോഭനത്തെയും, അത് ഏത് മേഖലയാണെങ്കിലും, ഈ പറഞ്ഞ 3 ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഏതായാലും കർത്താവ് വ്യക്തമായും നമ്മളെ പഠിപ്പിച്ചു തന്നു എങ്ങനെയാണ് പ്രലോഭനത്തെ അതിജീവിക്കേണ്ടതെന്നും. വചനം പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്ന പിശാചിനെ വചനം പറഞ്ഞ് ഈശോ തോൽപ്പിക്കുകയാണ്, പ്രലോഭനത്തെ അതിജീവിക്കുകയാണ്. ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണ്. നമ്മുടെ ശരീരം
ശരീരത്തിന് ആരോഗ്യം നിലനിർത്താൻ ഭക്ഷണം, വെള്ളം, വായു, എക്സസൈസ് ഇതൊക്കെ ആവശ്യമായിരിക്കുന്നത് പോലെ ആത്മാവിന് ആരോഗ്യം നിലനിർത്താൻ ആത്മീയ ഭക്ഷണം, ആത്മീയ വായു, ആത്മീയ പാനീയം, ആത്മീയ എക്സസൈസ്, സ്പിരിച്വൽ എക്സർസൈസ് ഇത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഭക്ഷണവും വെള്ളവും വായുവും ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. ഇതേ തത്വം തന്നെയാണ് ആത്മാവിന്റെ കാര്യത്തിലും. എന്ന് വെച്ചാൽ പ്രലോഭനത്തെ അതിജീവിച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രലോഭനത്തിനെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആത്മാവാണ്. മനുഷ്യന് 3 ശത്രുക്കളുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. ജഡിക പ്രവണതകള്, ലോകം, പിശാച്, ഇത് 3 മനുഷ്യന്റെ 3 ശത്രുക്കളാണ്. ഇതിനെതിരെ നിരന്തരം ആത്മാവ് യുദ്ധത്തിലാണ്. ഈ യുദ്ധത്തിൽ ആത്മാവ് തോറ്റുപോകാതിരിക്കാൻ ആത്മാവിന് ഭക്ഷണം കൊടുക്കണം, ആത്മാവിന് സ്പിരിച്വൽ എക്സസൈസുകൾ ചെയ്ത് ആത്മാവ് കരുത്തു പ്രാപിക്കണം. പ്രിയപ്പെട്ടവരെ, അതാണ് കുർബാനയും കുമ്പസാരവും ജപമാലയും ബൈബിൾ വായനയും നോമ്പും ഉപവാസവും പരിഹാരങ്ങളും പ്രായശ്ചിത്തങ്ങളും. ഇതിലൂടെയൊക്കെ ആത്മാവ് കരുത്തു പ്രാപിക്കും. ഇങ്ങനെ കരുത്തു പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ തിരിച്ചറിയുക, അടിസ്ഥാനപരമായി തമ്പുരാന്റെ കൃപയിൽ എളിമയോടെയുള്ള ആശ്രയബോധമാണ് ഇതിന് നമ്മളെ സഹായിക്കുക. തമ്പുരാന്റെ കൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥനാ ജീവിതത്തെ വളർത്തി അങ്ങനെ ആത്മാവ് കരുത്തു പ്രാപിച്ച് പ്രലോഭനങ്ങളെ അതിജീവിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്ക് ശ്രമിക്കാം. നല്ലവനായ കർത്താവ് ഈശോ മിശിഹാ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.